ഹായ് ഫ്രണ്ട്സ്, ശ്രീനാഥാണ്. ഞാൻ നിലവിൽ നമ്മുടെ കുലുക്കല്ലൂർ സ്റ്റേഷനിലാണുള്ളത്. കുലുക്കല്ലൂർ സ്റ്റേഷൻ എന്ന് പറയുമ്പോഴത്തേക്കും നമ്മുടെ ഷൊർണൂർ നിലമ്പൂർ റൂട്ടിലെ ഒരു ഹോൾട്ട് സ്റ്റേഷൻ ആയിരുന്നു ഇതുവരെ. അപ്പം ഇവിടുത്തെ കുറച്ച് വർക്കുകൾ നടന്നതിൻ്റെ അപ്ഡേറ്റ് ഒന്ന് ചെയ്യാമെന്ന് വിചാരിച്ചാണ് ഞാൻ ഈ റൂട്ടിലേക്ക് വന്നത്. അപ്പോൾ ഞാൻ രാവിലെ നമ്മുടെ രാജ്യറാണിക്ക് വാണിയമ്പലം വന്ന് ഇറങ്ങിയിട്ട് വാണിയമ്പലത്തു നിന്ന് ഞാൻ ഇങ്ങോട്ട് നമ്മുടെ രണ്ടാമത്തെ നിലമ്പൂർ ഷൊർണൂർ പാസഞ്ചറിന് കയറി കുലുക്കല്ലൂർ സ്റ്റേഷനിൽ ഇറങ്ങിയതാണ്. ഈ കുലുക്കല്ലൂർ സ്റ്റേഷനെ പറ്റി പറയുകയാണെങ്കിൽ ഇത് നേരത്തെ ഒരു ഹോൾട്ട് സ്റ്റേഷനായിരുന്നു. ഇപ്പോൾ ഇവിടെ നിങ്ങൾക്ക് കാണാവുന്നതുപോലെ ഒരു ക്രോസിംഗ് സ്റ്റേഷനായിട്ട് മാറ്റിയിട്ടുണ്ട്. അങ്ങ് ദൂരെയായിട്ട് നിങ്ങൾക്ക് പുതിയ സ്റ്റേഷൻ ബിൽഡിങ്ങുകളും കാണാം. ഇത് ഇടതുവശത്തായിട്ട് പുതിയ പ്ലാറ്റ്ഫോം ഇപ്പോൾ നിർമ്മിച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങ് ദൂരെയായിട്ട് നിങ്ങൾക്കിപ്പം ഇത് ഒരു ഹോൾട്ട് സ്റ്റേഷനിൽ നിന്ന് ഒരു ക്രോസിംഗ് സ്റ്റേഷൻ, അതായത് ഒരു ബ്ലോക്ക് സ്റ്റേഷനായി മാറിയത് കൊണ്ട് ഈ സ്റ്റേഷനിൽ സിഗ്നലുകളൊക്കെ വരും. അതേപോലെ തന്നെ സ്റ്റേഷൻ മാസ്റ്റർ വരും, അവരുടെ ഓഫീസുകൾ, അവരുടെ യന്ത്രസാമഗ്രികളൊക്കെ ഇരിക്കണ റൂമുകൾ, അങ്ങനെ വലിയൊരു ബിൽഡിങ്ങാണ് അങ്ങ് ദൂരെയായിട്ട് നിർമ്മിച്ചിരിക്കുന്നത്. അപ്പോൾ ആ ഒരു അപ്ഡേറ്റൊക്കെ നിങ്ങൾക്കൊന്ന് തരാമെന്ന് വിചാരിച്ചാണ് ഞാൻ ഈ റൂട്ടിലൊന്ന് വന്നത്. അറിയാം, കുറച്ച് നാളായി ഞാൻ വീഡിയോ ഇട്ടിട്ട് ചെറിയൊരു ഗ്യാപ്പ് വന്നു. അപ്പോൾ ഇനി ആ ഒരു ഗ്യാപ്പ് വരാത്ത രീതിയിൽ ഞാൻ നോക്കിക്കോളാം. അപ്ഡേറ്റ്സൊക്കെ കൃത്യം തരാൻ തന്നെ ഞാൻ ശ്രമിക്കുന്നതായിരിക്കും. നമ്മുടെ ഒരുപാട് വീഡിയോസ് പെൻഡിങ് ആണ്. അപ്പോൾ അതെല്ലാം കൃത്യമായിട്ട് ചെയ്യണം. ഇതുവരെ ഒരു ചെറിയ ഗ്യാപ്പ് ഉണ്ടായതിൽ ക്ഷമ ചോദിക്കുന്നു. ഇനി ഈ ഗ്യാപ്പ് വരാത്ത രീതിയിൽ തന്നെ നമ്മൾ ചെയ്യുന്നതായിരിക്കും. ഞാനിപ്പോൾ നിലവിൽ നിൽക്കുന്ന പ്ലാറ്റ്ഫോം എന്ന് പറയുന്നത് ഒരു ലോ ലെവൽ എന്ന് പറയാൻ പറ്റില്ല, എന്നാലും ലോ ലെവലിനെക്കാട്ടി കുറച്ചുകൂടെ ഹൈറ്റ് ഉണ്ട്. പക്ഷേ എന്നാലും നമ്മുടെ ഈ പുതിയ പണിയുന്ന ഈ കാണുന്ന പ്ലാറ്റ്ഫോം എന്ന് പറയുന്നതാണ് കറക്റ്റ് ലെവൽ, ഹൈ ലെവൽ പ്ലാറ്റ്ഫോം എന്ന് പറയുന്നത്. അതിനെക്കാട്ടി ഇച്ചിരി താഴ്ന്ന പ്ലാറ്റ്ഫോമാണ് ഇപ്പോൾ ഞാൻ ഈ നിൽക്കുന്ന പ്ലാറ്റ്ഫോം എന്ന് പറയുന്നത്. നമുക്കപ്പം നമ്മുടെ സ്റ്റേഷൻ്റെ അടുത്തേക്ക് നമുക്ക് നീങ്ങാം. സ്റ്റേഷൻ ബിൽഡിങ്ങിൻ്റെ കാര്യങ്ങൾ നോക്കാം. അപ്പോൾ ഇതാണ് സ്റ്റേഷൻ ബിൽഡിങ്. ഇവിടെ ഒരു ടിക്കറ്റ് കൗണ്ടർ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. അതേപോലെ തന്നെ ആ ടിക്കറ്റ് കൗണ്ടറിന് പിന്നിലായിട്ടാണ് നമ്മുടെ സ്റ്റേഷൻ മാസ്റ്ററിൻ്റെയൊക്കെ റൂം വരുന്നത്. അപ്പോൾ ഇവിടെ സ്റ്റേഷൻ മാസ്റ്ററിൻ്റെ റൂം, പിന്നെ ബാറ്ററി റൂം, അങ്ങനെ അനുബന്ധമായിട്ടുള്ള മുറികളൊക്കെ ഈ ഒരു ബിൽഡിങ്ങിലുണ്ട്. കൺസ്ട്രക്ഷൻ നടന്നുകൊണ്ടിരിക്കുന്നതേ ഉള്ളൂ. അതായത് ഏകദേശം കൺസ്ട്രക്ഷനൊക്കെ സെറ്റാണ്. ഈ സൈഡിലാണ് ടോയ്ലറ്റ്സ് ഒക്കെ ഉള്ളത്. അപ്പോൾ അങ്ങനെ നമ്മുടെ ട്രാക്ക് മെഷീനുകൾ ഇപ്പുറത്തെ സൈഡിൽ കിടക്കുന്നത് കാണാം. ഇത് പുതിയൊരു ബിൽഡിംഗ് ആണ്. അതായത് നമുക്ക് ബ്ലോക്ക് സ്റ്റേഷൻ എന്ന് പറയുമ്പോഴത്തേക്കും ഒരു ഹോൾഡ് സ്റ്റേഷനായിട്ട് വ്യത്യാസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ സ്റ്റേഷനിൽ 2 ട്രാക്ക്, അതായത് സിംഗിൾ ലൈൻ ആണെങ്കിലും ഡബിൾ ലൈൻ ആണെങ്കിലും 2 ട്രാക്കുകൾ അല്ലെങ്കിൽ അതിൽ കൂടുതൽ ട്രാക്കുകൾ ഉണ്ടാവും. അപ്പോൾ എന്താ പറയുക, അതിലേക്ക് വണ്ടികളുടെ മൂവ്മെൻറ്റിന് കൺട്രോൾ ചെയ്യാനായിട്ട് സ്റ്റേഷൻ മാസ്റ്റർ ഓഫീസൊക്കെ വേണം. ഈ ഒരു കാണുന്ന ഭാഗം, അതായത് ഒരു ഏകദേശം ഒരു ചെറിയ ഈ ഒരു 2 കോച്ചിന് നിൽക്കാനുള്ള പാകത്തിനുള്ള ഒരു ലെങ്ത്ത് ഇവിടെ കുറച്ചുകൂടെ ഹൈറ്റ് കൂട്ടി എക്സ്റ്റെൻഡ് ചെയ്ത് അവർ കൺസ്ട്രക്ട് ചെയ്തിട്ടുണ്ട്. അതിന് ശേഷമാണെന്ന് തോന്നുന്നു നമ്മുടെ ഈ സ്റ്റേഷനെ ഒരു ക്രോസിംഗ് സ്റ്റേഷൻ ആക്കാനുള്ള തീരുമാനം വന്നതും. ഒരു വലിയ പ്ലാറ്റ്ഫോം തന്നെ അപ്പുറത്ത്, അതായത് ഏകദേശം 24 കോച്ച് ഉൾക്കൊള്ളുന്ന തരത്തിലാണ് അപ്പുറത്തൊരു പ്ലാറ്റ്ഫോം പുതുതായിട്ട് പണിതുകൊണ്ടിരിക്കുന്നത്. അത് 2ാമത്തെ പ്ലാറ്റ്ഫോം ആയിരിക്കും. ഇപ്പുറത്തെ സൈഡിൽ ഞാനിപ്പോൾ നിൽക്കുന്നതാണ് 1ാമത്തെ പ്ലാറ്റ്ഫോം. ഇനിയിപ്പോൾ നമ്മൾ ചെയ്യാൻ പോകുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ ഇവിടുന്ന്, അതായത് കുലുക്കല്ലൂരിൽ നിന്ന് നിലമ്പൂരിലോട്ട് നമ്മൾ യാത്ര ചെയ്യും. അപ്പം ഇടയ്ക്കിടയ്ക്കായിട്ട് കുറച്ച് സ്റ്റേഷനുകളിൽ വർക്കുകളൊക്കെ നടക്കുന്നുണ്ട്. ആ വർക്കുകളൊക്കെ നമ്മൾ കാണുന്നതായിരിക്കും. അങ്ങനെ അപ്ഡേറ്റ്സൊക്കെ തന്ന് മുന്നോട്ട് പോകാം. നമ്മുടെ പാലക്കാട് നിന്ന് നിലമ്പൂർക്ക് പോകുന്ന പാസഞ്ചറാണ് വന്നുകൊണ്ടിരിക്കുന്നത്. ആ പാസഞ്ചറിൽ വേണം നമുക്ക് പോകാനായിട്ട്. നേരത്തെ ഈ പാസഞ്ചറൊക്കെ ഇവിടെ വന്ന് 1 മിനിറ്റ് നിന്നിട്ട് എടുത്തുകൊണ്ട് പോകുന്നതായിരുന്നു പതിവ്. പക്ഷേ എന്നാലിപ്പം ഇതൊരു ബ്ലോക്ക് സ്റ്റേഷനായി മാറിയതുകൊണ്ട് തന്നെ സിഗ്നലൊക്കെ കൊടുത്താണ് ഈ വണ്ടീനെ ഡിപ്പാർട്ട് ചെയ്യുക. അപ്പോൾ ആ കാഴ്ചകളൊക്കെ നമുക്ക് കാണാം. ഡീസൽ എഞ്ചിനാണ്, 40444 ആണ് ലോക്കോമോട്ടീവ്. ലൈറ്റൊക്കെ ഇട്ടാണ് ആശാൻ വരുന്നത്. അപ്പം നമുക്ക് വണ്ടിയിലേക്ക് കയറാം. അപ്പോൾ കുലുക്കല്ലൂർ സ്റ്റേഷനിൽ നിന്ന് നമ്മൾ നിലമ്പൂരേക്ക് പുറപ്പെടുകയാണ്. അപ്പോൾ അങ്ങനെ നമ്മുടെ വണ്ടിക്ക് സിഗ്നൽ കിട്ടി. വണ്ടി കുലുക്കല്ലൂർ സ്റ്റേഷനിൽ നിന്ന് പുറപ്പെടുകയാണ്. സോ ഇനി ഈ റൂട്ടിൽ മെയിനായിട്ടൊരു കാര്യം എന്ന് വെച്ചാൽ, നമ്മുടെ മേലാറ്റൂർ സ്റ്റേഷൻ,
മേലാറ്റൂർ സ്റ്റേഷനും ഈ കുലുക്കല്ലൂർ സ്റ്റേഷനിൽ ചെയ്തതുപോലെ തന്നെ ഒരു എന്താ പറയുക ഹോൾട്ട് സ്റ്റേഷനിൽ നിന്ന് ബ്ലോക്ക് സ്റ്റേഷനാക്കി മാറ്റിയിട്ടുണ്ട്. ഒരു എക്സ്ട്രാ പ്ലാറ്റ്ഫോം അവിടെയും മേലാറ്റൂരിലും നിർമ്മാണം നടക്കുന്നുണ്ട്. അപ്പം അതാണ് ഇവിടുത്തെ അപ്ഡേറ്റ്. ഇപ്പോൾ നിങ്ങൾക്ക് കാണാം, ഇതാണ് ആ രണ്ടാമത്തെ പ്ലാറ്റ്ഫോം പുതുതായിട്ട് നിർമ്മിക്കുന്നത്. ലൂപ്പിൻ്റെ ലെങ്ത്ത് നിങ്ങൾക്ക് നോക്കാം, അത്യാവശ്യം നല്ല നീളമുള്ളൊരു ലൂപ്പ് ലൈനാണ് ഇവിടെ ഉള്ളത്. പ്ലാറ്റ്ഫോമിൻ്റെ നിർമ്മാണം ഇവിടെ നടക്കുന്നതേ ഉള്ളൂ. പക്ഷേ ബ്ലോക്ക് സ്റ്റേഷൻ, അതായത് ക്രോസിംഗ് സ്റ്റേഷൻ ഓൾമോസ്റ്റ് ഫങ്ഷണലാണ്. 2 ട്രാക്കിലും സിഗ്നലുകളൊക്കെ ഓണാണ്, എല്ലാം വർക്കിംഗ് ആണ്. അപ്പോൾ നമ്മൾ നമ്മുടെ അടുത്ത സ്റ്റേഷൻ്റെ അടുത്തേക്ക് എത്തുന്നു. ചെറുകര, അതായത് പണ്ട് നല്ല അടിപൊളി സ്റ്റേഷനായിരുന്നു. മറ്റേ വൃക്ഷങ്ങളൊക്കെ ആയിട്ട് നല്ല അടിപൊളി സീനറി ആയിട്ടുണ്ടായിരുന്ന സ്റ്റേഷനായിരുന്നു. അപ്പോൾ ഇതാണ് എക്സ്റ്റെൻഡ് ചെയ്ത ഏരിയ. ഈ ഒരു ഭാഗമാണ് എക്സ്റ്റെൻഡ് ചെയ്തത്. ഈ ഒരു ഭാഗം കുറച്ച് മുന്നോട്ട് എക്സ്റ്റെൻഡ് ചെയ്തെടുത്തായിരുന്നു. അടുത്തത് നമ്മൾ കയറുന്നത് അങ്ങാടിപ്പുറം സ്റ്റേഷനിലോട്ടാണ്. അങ്ങാടിപ്പുറം സ്റ്റേഷനിലെ അപ്ഡേറ്റ് എന്താണെന്ന് വെച്ചാൽ, ഇവിടെ 24 കോച്ച് പ്ലാറ്റ്ഫോം റെഡിയാക്കാനുള്ള തീരുമാനമായിട്ടുണ്ട്. അതിന് വേണ്ട അപ്രൂവലൊക്കെ കിട്ടിയെന്നാണ് അറിയാൻ കഴിയുന്നത്. അപ്പോൾ നമ്മൾ അങ്ങാടിപ്പുറം സ്റ്റേഷൻ്റെ ലൂപ്പ് ലൈനിലേക്കാണ് എടുക്കുന്നത്. അപ്പോൾ ഈ വീഡിയോയിലൂടെ നമ്മുടെ നിലമ്പൂർ ഷൊർണൂർ പാതയിൽ നടക്കുന്ന പ്ലാറ്റ്ഫോം എക്സ്റ്റൻഷൻ വർക്കുകൾ, അതേപോലെ തന്നെ ക്രോസിംഗ് സ്റ്റേഷൻ്റെ അപ്ഡേറ്റുകൾ, അങ്ങനെയുള്ള കാര്യങ്ങളാണ് ഞാൻ കവർ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അപ്പം നമ്മുടെ ക്രോസ് ചെയ്യുന്ന വണ്ടി വരുന്നുണ്ട്. അതായത് നമ്മൾ രാവിലെ നിലമ്പൂർക്ക് പോയ രാജറാണിയാണ്, അതിൻ്റെ റേക്കാണ്. അപ്പോൾ നമ്മൾ പട്ടിക്കാട് സ്റ്റേഷൻ എത്തുന്നു. പട്ടിക്കാട് സ്റ്റേഷൻ ഈ സൈഡിൽ വർക്ക് നടന്നിട്ടില്ല. അപ്പോൾ അടുത്ത സൈഡിലാണ് വർക്ക്. അപ്പോൾ ഇതാണ് വർക്ക് നടന്നേക്കുന്ന സ്ഥലം. അതായത് നമ്മുടെ പട്ടിക്കാട് റെയിൽവേ സ്റ്റേഷനിൽ പുതിയതായിട്ട് നീളം കൂട്ടിയ പ്ലാറ്റ്ഫോമാണിത്. നീളം കൂട്ടിയ ഭാഗം ഇതാണ്. അതായത് നിലമ്പൂർ എൻഡിലായിട്ട് വരും ഹൈ ലെവൽ പ്ലാറ്റ്ഫോം പുതിയതായിട്ട് ചെയ്തത് പട്ടിക്കാട് സ്റ്റേഷൻ. ഇതാണ് പട്ടിക്കാട് സ്റ്റേഷൻ. അപ്പോൾ നമ്മുടെ വണ്ടി പട്ടിക്കാട് സ്റ്റേഷനിൽ നിന്ന് പുറപ്പെടുകയാണ്. അപ്പോൾ ഇതാണ് പുതിയ പ്ലാറ്റ്ഫോം. ഹൈ ലെവൽ പ്ലാറ്റ്ഫോമാണ്. അപ്പോൾ അടുത്തായിട്ട് നമ്മൾ മേലാറ്റൂർ സ്റ്റേഷൻ്റെ അടുത്തേക്ക് എത്തുകയാണ്. അപ്പോൾ അതിൻ്റെ വർക്കുകൾ ഇത് നടക്കുന്നത് നിങ്ങൾക്ക് കാണാം. പുതിയ പ്ലാറ്റ്ഫോം ഇപ്പുറത്തെ സൈഡിലാണ്. പഴയ പ്ലാറ്റ്ഫോം നീളം കൂട്ടിയിട്ടുണ്ട്. അപ്പോൾ അത് നമുക്ക് ആ കാഴ്ച നമുക്ക് തിരിച്ചു വരുമ്പോൾ എടുക്കാം. അതാകുമ്പോൾ അതാണ് എൻ്റെ പ്ലാൻ. രണ്ട് സൈഡും കവർ ചെയ്യുക എന്നുള്ളതാണ് എൻ്റെ പ്ലാന്. അപ്പോൾ ഇവിടെ എല്ലാം അവിടെ പുതിയ ട്രാക്ക് ഇടാനുള്ള സ്ലീപ്പറുകൾ നിർത്തിയിരിക്കുന്നത് കാണാം. ഭാവിയിൽ ഇതും നമ്മുടെ പുലിക്കല്ലൂർ പോലെ ഒരു ക്രോസിംഗ് സ്റ്റേഷൻ, അതായത് SM ഒക്കെ ഉള്ളൊരു ബ്ലോക്ക് സ്റ്റേഷനായിട്ട് മാറും. നമ്മുടെ സബ്സ്റ്റേഷനൊക്കെ ഉള്ളത് ഈ മേലാറ്റൂർ സ്റ്റേഷനിലാണ്. നമ്മുടെ സബ്സ്റ്റേഷൻ എന്ന് ഉദ്ദേശിക്കുന്ന ട്രാക്ഷൻ സബ്സ്റ്റേഷൻ. റെയിൽവേക്ക് വേണ്ട വൈദ്യുതി സിംഗിൾ ഫേസ് ആക്കി, അതായത് KSEBയുടെ നിന്ന് 3 ഫേസ് സപ്ലൈ എടുത്ത് റെയിൽവേക്ക് വേണ്ട സിംഗിൾ ഫേസ് സപ്ലൈ ആയിട്ട് മാറ്റുന്ന സബ്സ്റ്റേഷൻ ഇവിടെ മേലാറ്റൂരിലുണ്ട്. അപ്പോൾ നമ്മുടെ വണ്ടി മേലാറ്റൂർ സ്റ്റേഷനിൽ നിന്ന് പുറപ്പെട്ടിട്ടുണ്ട്. കുറച്ച് ഫോട്ടോസ് എടുത്തുകൊണ്ട് നമുക്ക് പോവാം. പണ്ട് മരങ്ങളൊക്കെ തിങ്ങി നിറഞ്ഞ് നിന്നിരുന്ന ഒരു സ്റ്റേഷനായിരുന്നു. പക്ഷേ ഇപ്പം
അത് മൊത്തത്തിൽ മാറി. മൊത്തത്തിലൊരു എന്താ പറയുക, മേലാറ്റൂർ സ്റ്റേഷൻ്റെ ആ ഒരു ലുക്ക് തന്നെ മൊത്തത്തിൽ അങ്ങ് പോയി എന്ന് പറയാം. അപ്പോൾ ലൂപ്പ് ലൈനൊക്കെ വരാൻ വേണ്ടിയിട്ടുള്ള സ്ഥലമൊക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതാണ് ഇവിടുത്തെ അവസ്ഥ. ഇവിടം വരെ ആയിരിക്കും ലൂപ്പ് ലൈൻ വരിക. സോ അതാണ് മേലാറ്റൂരിലെ വിശേഷങ്ങൾ. നമ്മുടെ മണ്ണിടിച്ചിലുണ്ടായ ഭാഗം ഇതാണ്. അതായത് ഇന്നാളൊരു മെമു പെട്ടുപോയില്ലായിരുന്നോ, ഒരു പാലത്തിൻ്റെ അടുത്ത് മണ്ണിടിഞ്ഞിട്ട്, ആ പാലമായത്. ഇവിടെയാണ് ആ മണ്ണിടിഞ്ഞത്. ഇപ്പം നമ്മുടെ തുവ്വൂർ സ്റ്റേഷനാണ്. തുവ്വൂർ സ്റ്റേഷനിൽ പ്ലാറ്റ്ഫോം എക്സ്റ്റൻഷൻ എടുത്തതാണ് ഈ കാണുന്നത്. ഈ ഒരു ദൂരത്തിനാണ് പ്ലാറ്റ്ഫോം എക്സ്റ്റൻഷൻ എടുത്തത്. ഈ റൂട്ട് സ്റ്റേഷനിൽ ഈ സൈഡിലും എക്സ്റ്റൻഷൻ എടുത്തിട്ടുണ്ട്. അപ്പോൾ ദാ ഇവിടെ ഇങ്ങോട്ടും എക്സ്റ്റൻഷൻ എടുത്തിട്ടുണ്ട്. അപ്പം നമ്മുടെ തുവ്വൂർ സ്റ്റേഷനും വണ്ടി പിന്നിട്ടു. അപ്പം നമ്മൾ നിലമ്പൂരോട്ട് പോവാണ്. അപ്പോൾ ഇതാണ് തൊടിയപ്പുലം എന്ന് പറഞ്ഞ സ്റ്റേഷൻ. നമ്മുടെ വാണിയമ്പലത്തിനും നമ്മുടെ തുവ്വൂരിനും ഇടയ്ക്കുള്ളൊരു കുഞ്ഞ് സ്റ്റേഷനാണ് തൊടിയപ്പുലം. അപ്പോൾ അവിടെയും പ്ലാറ്റ്ഫോമിന് നീളം കൂട്ടിയിട്ടുണ്ട്. അപ്പോൾ ആ നീളം കൂട്ടിയ പ്ലാറ്റ്ഫോമാണ്. പുതിയ ഏരിയ ഹൈ ലെവലാണ്, പഴയത് ഇച്ചിരി ലോ ലെവലാണ്. അപ്പം മൊത്തം ഒന്ന് ലെവൽ ചെയ്തെടുത്ത് കഴിഞ്ഞാൽ സെറ്റാവുന്നു. അതാണ് തൊടിയപ്പുലം. അടുത്തത് വാണിയമ്പലം സ്റ്റേഷനാണ്. അപ്പോൾ നമ്മുടെ അങ്ങാടിപ്പുറം പോലെ തന്നെ വാണിയമ്പലത്തും 24 കോച്ച് സ്റ്റേഷൻ 24 കോച്ച് ഉൾക്കൊള്ളുന്ന സ്റ്റേഷൻ പണിയാൻ വേണ്ടിയിട്ട് ഓർഡറായിട്ടുണ്ട്, സാങ്ഷൻ ആയിട്ടുണ്ട്. അപ്പോൾ ഇവിടെയും പ്ലാറ്റ്ഫോമിന് എക്സ്റ്റൻഷനൊക്കെ എടുത്തിട്ടുണ്ട്. ഈ സൈഡിലാണത്. അപ്പോൾ ഈ സൈഡിലാണ് പ്ലാറ്റ്ഫോം എക്സ്റ്റെൻഡ് ചെയ്തിട്ടുള്ളത്. പിന്നെ അതിനെ 24 കോച്ചുകൾ കൊള്ളുന്ന രീതിയിലേക്ക് ഭാവിയിൽ മാറ്റുന്നതായിരിക്കും. അപ്പോൾ നമ്മുടെ വണ്ടി നിലമ്പൂർ റോഡ് സ്റ്റേഷനിൽ നിന്ന് പുറപ്പെടുകയാണ്. അപ്പോൾ ഈ നിലമ്പൂരിനെ പറ്റി പറയുകയാണെങ്കിൽ നമ്മളിപ്പം അപ്പുറത്തെ സൈഡിൽ കണ്ടത് ഒരു 18 കോച്ചസിൻ്റെ ഒരു പ്ലാറ്റ്ഫോമും ഈ കാണുന്നത് ഒരു 12 കോച്ച് പ്ലാറ്റ്ഫോമുമാണ്. 12 കോച്ചുള്ള വണ്ടികൾ നിൽക്കുന്ന പ്ലാറ്റ്ഫോമാണ്. എന്നാൽ ഈ പുറകോട്ടുള്ള ഈ ഗുഡ്സ് ഏരിയ പ്ലാറ്റ്ഫോം ആക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ വേണാട് പോലെയുള്ള വണ്ടികൾ സുഖമായിട്ട് ഷൊർണൂരിൽ നിന്ന് നമുക്ക് നിലമ്പൂരിലോട്ട് നമുക്ക് എക്സ്റ്റെൻഡ് ചെയ്യാൻ പറ്റും. അത് കൂടുതൽ വരുമാനം ഉണ്ടാക്കാൻ പറ്റുന്നൊരു കാര്യം കൂടാണ്. ഇവിടുന്ന് നമുക്ക് പകൽ തിരുവനന്തപുരം വണ്ടികളൊന്നും ഇല്ലല്ലോ, കോട്ടയം വരെയാണ് മാക്സിമം ഉള്ളത്. പിന്നെ നമ്മുടെ എന്താ പറയുക, വേണാട് വെറുതെ അവിടെ കുറേ നേരം കിടക്കും ഷൊർണൂർ. ആ സമയം കൊണ്ട് ഇതിന് ഉച്ചയ്ക്കൊരു ഗ്യാപ്പുണ്ട് നമ്മുടെ ഷൊർണൂർ നിലമ്പൂർ റൂട്ടിൽ. ആ ഗ്യാപ്പ് നമുക്ക് ഫില്ല് ചെയ്യാൻ പറ്റും ഇത് വെച്ചിട്ട്. ഇതാണ് ലിഫ്റ്റും കാര്യങ്ങളുമൊക്കെ. ഇതാണ് മെയിൻ എൻട്രൻസ് സ്റ്റേഷൻ്റെ. ഇവിടെ വെയിറ്റിംഗ് ഏരിയ, ലിഫ്റ്റ്, AC വെയിറ്റിംഗ് ഹാള്. ഇത് ലിഫ്റ്റാണ്. ഇതാണ്, ഇതൊക്കെ ലിഫ്റ്റാണ്. അടിപൊളിയായിട്ട് ചെയ്തു. നമ്മൾ ആക്ച്വലി നിലമ്പൂരേക്ക് വന്ന് ജസ്റ്റ് നിലമ്പൂർ ഒന്ന് കറങ്ങിയിട്ട്
ഇപ്പം നമ്മൾ റിട്ടേൺ നിലമ്പൂർ ടു തൃശ്ശൂർ പോകുന്ന വണ്ടിയിലാണ് പോകുന്നത്. അതായത് ഇത് നിലമ്പൂരിൽ നിന്ന് ഷൊർണൂർ പോയിട്ട് ഷൊർണൂരിൽ നിന്ന് പിന്നെ അത് മറ്റൊരു ട്രെയിൻ സർവീസായിട്ട് തൃശ്ശൂർക്ക് പോകുന്ന ഒരു വണ്ടിയാണ്. അപ്പോൾ അതിൽ നമുക്ക് തൃശ്ശൂർ വരെ പോകാമെന്ന് വിചാരിക്കുന്നു. അപ്പം അതാണ് ഇതിൻ്റെ ഇടയ്ക്ക് സംഭവിച്ചത്. അത് നിങ്ങളോടൊന്ന് പറയാമെന്ന് വിചാരിച്ചു. അപ്പോൾ അത് അപ്പുറത്തെ സൈഡ് കൂടി നമുക്കൊന്ന് നോക്കാം. മെയിൻ്റനൻസിൻ്റെ കോച്ചാണ്. സ്റ്റേഷൻ്റെ അടുത്ത് തന്നെയുള്ളൊരു അണ്ടർപാസ്സാണ്. ഇവിടെ ഇത് ഒരു എക്സ്ട്രാ ലൈനിനുള്ളത് ഇവിടെ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇവിടെ ഭാവിയിൽ എന്തെങ്കിലും എക്സ്റ്റൻഷനൊക്കെ വേണ്ടി വന്നു കഴിഞ്ഞാൽ ഇവിടെ ഒരു എക്സ്ട്രാ ലൈൻ എടുക്കാം. അത് അണ്ടർപാസ്സാണ്. ഈ സൈഡിലും ഒരു എക്സ്ട്രാ ലൈൻ എടുക്കാനുള്ള സ്ഥലമുണ്ട്. അപ്പോൾ നമുക്കിനി തിരിച്ചു പോകുമ്പോൾ കാണാനുള്ള കാഴ്ച എന്ന് പറഞ്ഞാൽ ഒന്ന് നമ്മുടെ മേലാറ്റൂർ സ്റ്റേഷനും, മേലാറ്റൂർ സ്റ്റേഷൻ്റെ ഈ സൈഡ് നമ്മൾ കണ്ടില്ലല്ലോ, ഈ സൈഡ് നമ്മൾ കണ്ടിട്ടില്ല. പിന്നെ നമുക്ക് വർക്ക് നടക്കുന്ന ഒറ്റ സ്റ്റേഷനുള്ളത് വാടനാംകുറിശി എന്ന് പറഞ്ഞാൽ അങ്ങറ്റത്ത് നമ്മുടെ ഷൊർണൂറിനടുത്തുള്ളൊരു സ്റ്റേഷനും കൂടെയാണ്. അപ്പം ആ കാഴ്ചകളോടും കൂടെ കണ്ടിട്ട് നമുക്ക് വീഡിയോ വൈൻഡപ്പ് ചെയ്യാം. ഇപ്പം നമ്മുടെ വണ്ടി മേലാറ്റൂർ സ്റ്റേഷനിലോട്ട് എത്തുകയാണ്. നമ്മുടെ സബ്സ്റ്റേഷനൊക്കെ ഉള്ള സ്ഥലമാണ്, ട്രാക്ഷൻ സബ്സ്റ്റേഷനുള്ള സ്ഥലമാണ്. ഇത് പ്ലാറ്റ്ഫോം എക്സ്റ്റെൻഡ് ചെയ്തതാണ് ഇങ്ങോട്ട്. ഇതാണ് സബ്സ്റ്റേഷനൊക്കെ. ഇവിടം വരെയായിരുന്നു പഴയ പ്ലാറ്റ്ഫോം ഉണ്ടായിരുന്നത്. അത് കഴിഞ്ഞുള്ളത് എക്സ്റ്റെൻഡ് ചെയ്തതാണ്. അപ്പോൾ മേലാറ്റൂർ സ്റ്റേഷനിൽ ഈ സൈഡിലും കുറച്ച് എക്സ്റ്റൻഷൻ വർക്കുകളൊക്കെ നടന്നിട്ടുണ്ട്. പുതിയ സ്റ്റേഷൻ ബിൽഡിംഗ് ആണെന്ന് തോന്നുന്നു. ഇത് പുതിയ സ്റ്റേഷൻ ബിൽഡിംഗ് ആണ്. അപ്പോൾ ഇനി നമുക്ക് വാടനാംകുറിശി എന്ന് പറഞ്ഞൊരു സ്റ്റേഷനും കൂടെ ഉണ്ട്. അപ്പോൾ അതുകൂടെ കണ്ടിട്ട് നമുക്ക് ആ ഷൊർണൂരെ വർക്കും കൂടെ ഒന്ന് കവർ ചെയ്യാം. ഷൊർണൂർ മറ്റേ 4 ലൈൻ ആക്കുന്ന പരിപാടി നടക്കുന്നുണ്ടല്ലോ, അതും കൂടെ ഒന്ന് കവർ ചെയ്തിട്ട് വീഡിയോ വൈൻഡപ്പ് ചെയ്യാം. ഇതാണ് നമ്മുടെ വാടനാംകുറിശി സ്റ്റേഷനിൽ പ്ലാറ്റ്ഫോം നീളം കൂട്ടിയ ഭാഗം. ഇപ്പം നമ്മൾ ഭാരതപ്പുഴയ്ക്ക് കുറുകെയുള്ള പാലത്തിലൂടെ നീങ്ങുകയാണ്. അപ്പോൾ നമ്മൾ പൊയ്ക്കൊണ്ടിരിക്കുന്നത് തൃശ്ശൂരിൽ നിന്ന് ഷൊർണൂരിലേക്കും പാലക്കാടിലേക്കുള്ള ലൈനിൽ കൂടെയാണ്. അപ്പുറത്ത് കാണുന്നത് പാലക്കാട് നിന്ന് തിരുവനന്തപുരം ഭാഗത്തേക്ക്, അതായത് തൃശ്ശൂർ ഭാഗത്തേക്കുള്ള ലൈനാണ് കാണുന്നത്. അപ്പോൾ ഇവിടങ്ങളിലെല്ലാം നമ്മുടെ ഈ പാലമുള്ള ഭാഗത്ത് 4 വരിയാവും അതിൽ. അതേപോലെ തന്നെ നമ്മുടെ ഷൊർണൂർ ട്രയാങ്കിൾ ഉണ്ടല്ലോ, നമ്മുടെ ട്രയാങ്കുലർ ജംഗ്ഷൻ ഉള്ള സ്ഥലം എല്ലാം ഡബിളപ്പ് ആവും, ട്രാക്ക് ഡബിളാവും. അപ്പോൾ അതിൻ്റെ വർക്കുകളാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ആ കാഴ്ചകൾ നിങ്ങളെ ഒന്ന് കാണിക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ നമ്മൾ ഈ കണ്ടത് നമ്മുടെ ഭാരതപ്പുഴയ്ക്ക് കുറുകെ പുതിയ പാലത്തിൻ്റെ പണി നടക്കുന്നതാണ്. പിയറുകളെല്ലാം ഏകദേശം വാർത്ത് സെറ്റാവുന്നു. നമ്മുടെ എന്താ പറയുക, നമ്മുടെ ബൈപ്പാസ്, അതായത് നമ്മുടെ ഷൊർണൂർ ജംഗ്ഷൻ്റെ ആ ഒരു ഏരിയ, ട്രയാങ്കിളിൻ്റെ ആ സൈഡ്സ് മൊത്തം ഡബിൾ ചെയ്യാനുള്ള പരിപാടിയാണ്. അപ്പോൾ എന്തായാലും നമ്മുടെ വീഡിയോ ഈ ഒരു പോയിന്റിൽ അവസാനിക്കുകയാണ്. അപ്പോൾ നിങ്ങൾ വീഡിയോ കണ്ടിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഒക്കെ കമൻ്റായിട്ട് രേഖപ്പെടുത്തുക. താങ്ക് യു ആൻഡ് ബൈ ഫ്രം ശ്രീനാഥ്.